Hi guys, welcome back to the video. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? എസ് എ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് എസ് എ ക്വസ്റ്റ്യൻ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നൗ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം വെരി ഷോർട്ട് ആൻസേഴ്സ്, അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെയാണ്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്നത് 8 ക്വസ്റ്റ്യൻസ് ചെയ്തായിരിക്കും 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും വരിക. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ് ചോയ്സ് അടക്കം വരും. അതിൽ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. അപ്പം അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ടോപ്പിക്. അത് തന്നെ വരാൻ സാധ്യതയുള്ളത്, ഞാൻ ആ ചാപ്റ്ററിൻ്റെ ഓർഡറിലാണ് കേട്ടോ പോണത്. ഒറിജിൻ ഓഫ് ലാംഗ്വേജ് തിയറീസ് ആണ് ആദ്യം വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഇതെന്താണ്, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ബാവാവ് തിയറി, ഡിങ് ഡോങ് തിയറി, അങ്ങനെ പല തിയറീസ് പഠിച്ചല്ലോ, അത് നോക്കി വെക്കുക. അപ്പം ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോണെന്ന് ചോദിച്ചാൽ, ഒന്നില്ലെങ്കിൽ ഇതെന്താണ് തിയറി, വാട്ട് ഈസ് ഡിങ് ഡോങ് തിയറി എന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം വരാം. അല്ലെങ്കിൽ ആ തിയറിയുടെ പേര് കൊടുത്തിട്ട്, അതായത് വിച്ച് തിയറി വാസ് ഫോംഡ് ഫ്രം ദ ഇമിറ്റേഷൻ, ദ സൗണ്ട് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ബെൽസ്, ബെല്ലിൻ്റെ ശബ്ദം കൊണ്ട് ആണ് ലാംഗ്വേജ് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന തിയറി ഏതാണ്? ഡിങ് ഡോങ് തിയറിയാണ്. അല്ലെങ്കിൽ ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ യോഹോ എന്ന് വിളിക്കുന്നതിനെയാണ് എന്ത് തിയറി എന്ന് പറയുന്നത്? യോഹിഹോ തിയറി. സോ അങ്ങനെ ഉത്ഭവിച്ച തിയറി എന്താണ്? യോഹിഹോ തിയറി. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഡിങ് ഡോങ് തിയറിയും ചോദിക്കാം. അല്ലെങ്കിൽ ചില തിയറീസിൻ്റെ മാത്രം ഇത് കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ തിയറി രൂപീകരിച്ചത് ആരാണെന്നുള്ളൊരു ചോദ്യം വരാം. സോ അത് നോക്കി വയ്ക്കുക. അത് 2-3 തിയറീസിൻ്റെ എന്തോ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. സോ അത് മാത്രം നോക്കിയാൽ മതിയാവും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ എഴുതിയിടാം. ഓണോമറ്റോപ്പിയ, പിന്നെ നമുക്ക് ഓണോമറ്റോപ്പിയ ആൻഡ് ബാവാവ് തിയറി രണ്ടും ഒന്നാണ്. പിന്നെ ഡിങ് ഡോങ് തിയറി ഉണ്ട്. പിന്നെ ഉള്ളത് യോഹിഹോ തിയറിയാണ്. സോ ഇതെല്ലാം നോക്കി വയ്ക്കുക, വായിക്കുക, കാണാപ്പാടം പഠിക്കേണ്ട, വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരാൻ നല്ല സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്. ഇത് ഞാൻ എസ് എ ക്വസ്റ്റനിലും പറഞ്ഞതാണ്. അത് ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്തൊക്കെയാണ് ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സ്? ഇഷ്ടംപോലെ ബാരിയേഴ്സ് ഉണ്ട് അല്ലേ? ഫിസിക്കൽ ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, സെമാൻറ്റിക് ബാരിയേഴ്സ്, കൾച്ചറൽ ബാരിയേഴ്സ്. അപ്പം ഇതെങ്ങനെയാണ് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം? ഒന്നില്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ ബാരിയർ, അല്ലെങ്കിൽ എന്താണ് കൾച്ചറൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഏത് ബാരിയർ ആണ്, ആ ബാരിയറിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട് വിച്ച് ബാരിയർ ഇസ് ദിസ് എന്നുള്ള ക്വസ്റ്റ്യനും വരാം. സോ അതെന്തായാലും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ഇതെന്തായാലും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ബിക്കോസ് നിങ്ങൾക്ക് എസ്സേയിൽ വരാൻ സാധ്യതയുണ്ട്. സോ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫിസിക്കൽ സെമാൻറ്റിക് കൾച്ചറിൽ മാത്രമല്ല, ഇനിയും ബാരിയേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊരു എക്സാമ്പിളായിട്ട് കുറച്ച് കൊടുത്തേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ടോപ്പിക്. പിന്നെ വരാൻ സാധ്യതയുള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിപ്പം ഒരു തരത്തിൽ മനസ്സിലായി കാണും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതൊരു ടൈപ്പ്. മാത്രമല്ല ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ പോകുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചത്. അത് ഏതൊക്കെയായിരുന്നു? ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഡയാഗണൽ, ഡൗൺവേർഡ്, അപ്വേർഡ്. ആ കമ്മ്യൂണിക്കേഷനും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ഇൻ കേസ് അത് പഠിക്കാൻ സമയമില്ലെങ്കിൽ അതെന്താണെന്നെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. ബിക്കോസ് ചാൻസസ് ആർ ദെയർ ദിസ് ക്വസ്റ്റ്യൻ മൈറ്റ് കം. എങ്ങനെയാണ് വരിക? ഒരു എക്സാമ്പിൾ കൊടുക്കും. ഒരു ഓഫീസ് തലത്തിൽ, ഒരു ഓഫീസ് ബാക്ക്ഗ്രൗണ്ടിൽ വാട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഒരു ഓഫീസിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആദ്യം ഒരു CEO ഉണ്ടാവും, പിന്നെ ഒരു ജനറൽ മാനേജർ ഉണ്ടാവും, പിന്നെ ഒരു ടീം ലീഡർ ഉണ്ടാവും. അപ്പോൾ ആ കമാൻഡ് എവിടെ നിന്നാണ് വരിക? CEO, പിന്നെ താഴേക്ക് ജനറൽ മാനേജർ, പിന്നെ ടീം ലീഡർ, പിന്നെ ദ ബേസിക് എംപ്ലോയി അല്ലേ? അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷന് നമ്മൾ എന്ത് പറയും? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. സോ അതുകൊണ്ടാണ് അത് പഠിച്ചു വയ്ക്കുക, എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഞാനതൊന്ന് എഴുതി വയ്ക്കുക അവിടെ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്തൊക്കെയാണെന്നുള്ളത്. ഡയാഗണൽ ഇസ് ദെയർ എറ്റ്സെട്ര. നോട്ട് ഗോണ റൈറ്റ് ദ ഹോൾ തിങ്. ഇനി നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്. ഇത് എന്താണ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് എന്താണ്? ഒരു സ്പെസിഫിക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് സ്കാൻ ചെയ്യുന്നതിന് സ്കാനിങ് എന്നും, സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മൊത്തത്തിലൊരു ഐഡിയ കിട്ടാനായിട്ട് നമ്മൾ ഓടിച്ചിട്ട് വായിക്കുന്നതിനാണ് സ്കിമ്മിങ് എന്നും പറയുന്നത്. സോ ഒന്നില്ലെങ്കിൽ എന്താണ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് എന്നോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട് വാട്ട് ഇസ് ദിസ് എന്നുള്ള ചോദ്യമോ വരാം. സോ അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്
സാമ്പിൾ കോൺവെർസേഷൻ തരാം. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഒരു ഡയലോഗ് തരും, രണ്ട് പേര് തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ്റെ ഡയലോഗ് തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ ആണെന്ന് ചോദിക്കാം. അപ്പോൾ അത് ഫോർമൽ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിരിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ എന്തിൻ്റെയൊക്കെയാണ് വരാൻ പോകുന്നത്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ. അങ്ങനെ എക്സാമ്പിൾ കൊടുത്തിട്ട് അത് മെൻഷൻ ചെയ്യാനായിട്ട് വരാം. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും എന്താണ്, ഭയങ്കര ഫോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഷുവർ ഐ വിൽ ഹെൽപ്പ് യു, കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ, അത് എക്സാമ്പിൾസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എന്നുള്ളൊരു രീതിയിലുള്ള വർത്തമാനം. സോ അങ്ങനെ കൊടുത്തിട്ട് നെയിം ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈബ്രിഡ് ലാംഗ്വേജസ് ആണ്. ഹൈബ്രിഡ് ലാംഗ്വേജസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മംഗ്ലീഷ്, തംഗ്ലീഷ്, കംഗ്ലീഷ്, ഹിംഗ്ലീഷ് എല്ലാം ഹൈബ്രിഡ് ലാംഗ്വേജസ് ആണ്. എന്താണ് അത്? രണ്ട് ലാംഗ്വേജസും കൂടി മിക്സായി വരുന്ന ഒരു ലാംഗ്വേജ് അല്ലേ? അപ്പോൾ എൻ്റെ എക്സാമ്പിൾസ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ വാട്ട് ആർ ഹൈബ്രിഡ് ലാംഗ്വേജസ്, നെയിം സം എക്സാമ്പിൾസ്. അല്ലെങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ ഹൈബ്രിഡ് ലാംഗ്വേജ് ഓഫ് കന്നഡ ആൻഡ് ഇംഗ്ലീഷ്? അപ്പോൾ കംഗ്ലീഷ്. തമിഴ് ആൻഡ് ഇംഗ്ലീഷ്, തംഗ്ലീഷ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓൾറൈറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മലയാളം പ്ലസ് ഇംഗ്ലീഷ് എന്താണ്? മംഗ്ലീഷ് ഉണ്ട്, ഹിംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഈ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ ആ ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ബൈലിംഗ്വലിസം എന്താണെന്ന് ചോദിക്കാം. ബൈലിംഗ്വലിസം എന്താണ്? ബൈലിംഗ്വലിസം ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ്, രണ്ട് ലാംഗ്വേജസ് അറിയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ബൈലിംഗ്വലിസ്റ്റ് ആണ്. വൈ? നമുക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം. നമ്മൾ മൾട്ടി ലിംഗ്വലിസ്റ്റ് ആവാം. ഹിന്ദി അറിയണവർക്ക് മൾട്ടി ലിംഗ്വൽസും ആവാം. സോ മൾട്ടി മീൻസ് 2 or more, 3 or more ആണ് മൾട്ടി ലിംഗ്വലിസ്റ്റ്. രണ്ട് ലാംഗ്വേജ് ഒരുമിച്ച് അറിയുന്നവരെ ബൈലിംഗ്വലിസ്റ്റ് എന്ന് വിളിക്കും. ആൻഡ് ഒബ്വിയസ്ലി ആ ഒരു പ്രോസസ്സിനെയാണ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഒരു ചെറിയ ടോപ്പിക് കൂടി, ലിംഗ്വ ഫ്രാങ്ക എന്താണെന്നും കൂടിയുള്ള ചോദ്യം വരാവുന്നതാണ്. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ലാറ്റിൻ ടേമാണ് ഫോർ കോമൺ ലാംഗ്വേജ് എന്ന് പറയാനുള്ള ഒരു ലാറ്റിൻ ടേമാണ് ലിംഗ്വ ഫ്രാങ്ക്. അതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് അബ്രീവിയേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. MP3, MP, EG, വേവ് എന്താണ്, അതുപോലെ PDF, JPG, പിന്നെ NPTEL അതൊരു പ്ലാറ്റ്ഫോമാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഫുൾ ഫോം. അത്തരത്തിലുള്ള പിന്നെ LDAC ഉണ്ട്, ACK ഉണ്ട്, ഐ ഫോർഗോട്ട്, MP4 ഉണ്ട്. സോ അത്തരത്തിലുള്ള എല്ലാ ടെക്നിക്കൽ ടേംസിൻ്റെയും ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് ഷോർട്ട് ഫോംസ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഫുൾ ഫോംസ് പഠിച്ചു വയ്ക്കുക. ഫ്ലാഗ് ഓൾസോ ഇസ് ദെയർ, ഐ വിൽ ജസ്റ്റ് റൈറ്റ് ദാറ്റ് ഡൗൺ. ദാറ്റ്സ് ഇറ്റ്. ഇനി 8ാമത്തെ ഒരു ടോപ്പിക്ക് വരാൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓൺലൈൻ സോഴ്സസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സസ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സോഴ്സസിനെ കുറിച്ചാണ് മെയിൻലി പഠിക്കുന്നത്. സോ ഓൺലൈൻ സോഴ്സസ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, റീഡിങ്, സ്പീക്കിംഗ്, ലിസണിങ് എക്സെട്ര. അപ്പോൾ ഇതെന്താണ് ഈ ഓൺലൈൻ സോഴ്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ NPTEL അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലേ, പഠിക്കാനുള്ളൊരു സോഴ്സാണ്. പിന്നെ നമുക്ക് റീഡിങ്ങിനായിട്ട് കുറച്ച് സോഴ്സുകൾ അവിടെ കൊടുത്തിരുന്നു ചാപ്റ്ററിൽ. പോയിട്രി ഫൗണ്ടേഷൻ, poet.org, അതുപോലെ തന്നെ JSTOR, അങ്ങനെയൊക്കെ കുറച്ച് പ്ലാറ്റ്ഫോംസ് കൊടുത്തിരുന്നല്ലോ. അതൊക്കെ എന്താണ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിക്ഷനാണ്. ഡിക്ഷനെ കുറിച്ചിട്ട് ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു, ഫോർമൽ ഡിക്ഷൻ ആൻഡ് ഇൻഫോർമൽ ഡിക്ഷൻ. ഇത് ബേസിക്കലി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. നമ്മൾ ചില സ്ഥലത്ത് സംസാരിക്കുമ്പോൾ നമ്മളുടെ പദപ്രയോഗം തന്നെ വ്യത്യാസം വരും അല്ലേ. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഇരിക്കില്ല മേ ബി നമ്മളൊരു മീറ്റിങ്ങിൽ സംസാരിക്കുക. വാക്കുകളുടെ വ്യത്യാസം അല്ലേ, ഉപയോഗിക്കുന്ന പദങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ടുള്ളതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഇപ്പോൾ ഒരു ഫോർമൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന വളരെ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണെങ്കിൽ ഇറ്റ്സ് ഫോർമൽ ഡിക്ഷൻ, അല്ലാതെങ്കിൽ ദാറ്റ്സ് ഇൻഫോർമൽ ഡിക്ഷൻ. സോ അതൊന്ന് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ളത് പ്രിൻറ്റിങ്. എന്തൊക്കെയാണ് ഡിജിറ്റൽ ആൻഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിങ് എന്താണ്? അത് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഡിജിറ്റൽ ഓക്കെ, ഗിവ് മീ 1 second പ്ലീസ്. ഓൾ റൈറ്റ്, ഡിജിറ്റൽ ആൻഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിങ് എന്താണ് വ്യത്യാസം ഡിജിറ്റലും ഓഫ്സെറ്റും തമ്മിലുള്ളതെന്നുള്ളത് ഒന്ന് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് വി ഹാവ് കുറച്ച് ടെക്നിക്കൽ ടേംസ്. ICT എന്താണ്?
ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി. അതുപോലെ തന്നെ ICT-യിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അത് നമ്മുടെ ടെക്സ്റ്റിൽ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ആൽഗറിതം, ഫയർവാൾ, HTML, പിന്നെ ഉള്ളത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇതെല്ലാം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതെല്ലാം എന്താണെന്ന് നോക്കി വെച്ചേക്കാം. ആൻഡ് our final question is cyber crime. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസിൻ്റെ ഒരു ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാപ്റ്ററിൽ. ലാസ്റ്റത്തെ ചാപ്റ്ററിലല്ല, സൈബർ സ്പേസ്, സൈബർ ക്രൈം, സൈബർ ലോ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിൽ ലാസ്റ്റ്. അതിൽ കുറേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാൽവെയർ കൊടുത്തിട്ടുണ്ട്, ഫിഷിംഗ് കൊടുത്തിട്ടുണ്ട്, സ്പാമിംഗ് കൊടുത്തിട്ടുണ്ട്, വോയറിസം, സൈബർ ഹാക്കിംഗ്, അങ്ങനെ പലതരത്തിലുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു വലിയ ലിസ്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതി വയ്ക്കാം, ബട്ട് അതെല്ലാം നോക്കണം. ഓക്കെ, സോ സ്പൂഫിംഗ്, ഹാക്കിംഗ്, പിന്നെ ഫിഷിംഗ് ഉണ്ട്, വോയറിസം, സൈബർ ഹാക്കിംഗ്, സ്പാമിംഗ് എക്സെട്ര. ഒന്നില്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇതിലൊരു ഡെഫിനിഷൻ കൊടുത്തിട്ട് വാട്ട് ഈസ് ദിസ് എന്നുള്ള ചോദ്യം വരാം. സോ അതെല്ലാം പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ തിയറീസ്, ലാംഗ്വേജ് തിയറി, ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ഈവൻ സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് ഒക്കെ സാമ്പിൾ കോൺവെർസേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക മറ്റേ ഫുൾ ഫോംസ് പഠിക്കാനാണ്. പക്ഷേ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി all prepared for the exam. So that'll be it for today's video, guys. I hope you study well, and all the best for the exams. Bye.